PSN സാറേ, ഇലക്ഷനായി എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അവരുടെ തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ട് ഇലക്ഷൻ നേടുന്നതിന് വേണ്ടി ഒരു ശ്രമമാണ്. അപ്പം ഇതിനകത്ത് നമ്മൾ കാണുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ, രണ്ട് രാഷ്ട്രീയ പാർട്ടികൾ UDF LDF ആണല്ലോ പ്രധാനമായിട്ടും ഇവിടെ അവർക്ക്, അല്ലെങ്കിൽ അവർക്കാണ് ഇപ്പോഴും മേൽക്കോയ്മ. BJP ഒരു സ്ട്രൈക്കർ ആയിട്ട് വരുന്നു, അല്ലെങ്കിൽ തിരുവനന്തപുരം ഉൾപ്പെടെടുത്ത് BJP കൃത്യമായ സാന്നിധ്യമുണ്ട്, അല്ലെങ്കിൽ അവരോട് മത്സരിച്ച് ബാക്കി രണ്ട് പാർട്ടികൾക്ക് നിൽക്കാൻ സാധിക്കത്തുള്ളൂ എന്നുള്ള രീതിയിലേക്ക് നമുക്ക് ബോധ്യപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് പക്ഷേ ഈ രണ്ട് പാർട്ടിക്കകത്ത് നിന്നും ആ പാർട്ടിക്കകത്ത് അതൃപ്തിയുള്ളവർ, അല്ലെ പാർട്ടിക്കകത്ത് നിൽക്കാൻ സാധിക്കാത്ത, ആ പാർട്ടിയുമായിട്ട് ഇനി മുന്നോട്ട് പോകാൻ സാധിക്കാത്ത ആൾക്കാർ ചേക്കേറുന്നത്, സാധാരണ നമ്മൾ കാണുന്നത് LDFന് ചേക്കേറുന്നത് UDFലാണ്, UDFന് ചേർക്കുന്നത് LDFില്ല. പക്ഷേ BJPയിലേക്കാണ്. ഇപ്പോൾ രാജേന്ദ്രൻ ഉൾപ്പെടെയുള്ളത് വളരെ കാലം കൊണ്ട് രാജേന്ദ്രൻ വരുന്നു, ഇല്ല CPM പറഞ്ഞ് പോകുന്നില്ല, രാജേന്ദ്രൻ വരുന്നു, CPM പറയുന്നു പോകുന്നില്ല. ഇങ്ങനെ നിന്നിട്ട് ഇപ്പോൾ ഏറ്റവും അവസാനം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇലക്ഷൻ അല്ലെങ്കിൽ രാഷ്ട്രീയ ചർച്ചകൾ സജീവമാകുന്ന സമയത്ത് എന്തുകൊണ്ട് CPMൻ്റെ ഐഡിയോളജി അല്ലെങ്കിൽ CPM പരാജയപ്പെടുന്നതെന്ന് ജനങ്ങൾ തിരയുന്ന സമയത്ത്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചർച്ചകൾ എന്തുകൊണ്ട് ഓരോ പാർട്ടിക്ക്, ആ സമയത്താണ് ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് ആയിട്ടിരുന്ന 25 കൊല്ലം അവിടുത്തെ ഈ MLA ആയിട്ടുള്ള, അല്ലെങ്കിൽ ഇടുക്കിയിലെ ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാവാണല്ലോ അദ്ദേഹം, അല്ലെങ്കിൽ അത്രയും നാളാവത്തില്ല, അയാളിപ്പം അവിടുന്ന് BJPയിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ BJPയിലേക്കുള്ള ഒഴുക്ക്. കഴിഞ്ഞ ദിവസം റെജി ലൂക്കോസ് എന്ന് പറയുന്നത്, അതായത് കമ്മ്യൂണിസം ആണിച്ചിട്ട് കമ്മ്യൂണിസം കഴിഞ്ഞ ലോകത്ത് എന്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ കാര്യം പ്രബുദ്ധമായിക്കൊണ്ടിരുന്ന ആളൊരു സുപ്രഭാതത്തിൽ ഷാഡുവൊക്കെ എടുത്തിട്ട് എന്തുകൊണ്ട് ഞാൻ കമ്മ്യൂണിസം വിടുന്നു, അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞത് അല്ലെങ്കിൽ ഇതുവരെ ചെയ്തതൊക്കെ തെറ്റാണ്, ഇതാണ് ശരിയെന്ന് കണ്ടുകൊണ്ട് വരുന്നത്. അപ്പം ഇതിനകത്ത് ഇപ്പൊ BJP നാളെ കാലത്ത് ഇവിടെ ഈ അവർ തന്നെ പറയുന്നത് 40 സീറ്റിൽ ഞങ്ങൾ വരുമെന്നാണ്, 40 സീറ്റ് കൊണ്ട് അധികാരത്തിൽ വരാൻ പറ്റുമെന്നാണ്. ആ 35 സീറ്റാ ഈ സുരേന്ദ്രൻ നേരത്തെ പറഞ്ഞത്. ഇപ്പം 40 സീറ്റ് കൊണ്ട് ഞങ്ങൾക്ക് അധികാരത്തിൽ വരാൻ പറ്റും, ആ മാന്ത്രിക വേലയൊക്കെ ഞങ്ങൾക്കറിയാം, അല്ലെങ്കിൽ അത്രേ 140 അവർ പ്രതീക്ഷിക്കുന്നുള്ളൂ. ആ സമയത്ത് ബാക്കി രണ്ടിടത്തും 100 കിട്ടുമെന്നും, അല്ലെങ്കിൽ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം എല്ലാവരും നോക്കുമ്പോൾ അടുത്ത് UDF അധികാരത്തിൽ വരാൻ സാധ്യതയുണ്ട്, അവർക്കാണല്ലോ അല്ലെങ്കിൽ ആ ഒരു റിസൾട്ടിനകത്ത് മേൽക്കോയ്മ, അല്ലെങ്കിൽ പിന്നെ പറയുന്നു അല്ല അതൊക്കെ മാറും, LDF അധികാരത്തിൽ വരും. ആ രീതി നിൽക്കുന്നിടത്തും ഇവരെ രണ്ടുപേരെ ആശ്രയിക്കാതെ പുതിയ മേച്ചിൽപ്പുറം അത് BJPയുടെ കൂടെ ആയിക്കോട്ടെ എന്ന് രാഷ്ട്രീയത്തിനകത്ത് പരിചയമുള്ളവരും MLA ആയിട്ടിരുന്നവരും നിലവിൽ MP ആയിട്ടിരുന്നവരൊക്കെ പോകുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു എന്താണ് സാർ അതിൻ്റെ ഒരു കാര്യം? അല്ല, ഇതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, റെജി ലൂക്കോസിനെ CPM ഉപേക്ഷിച്ച് പോയാൽ ആർക്കെടുക്കാൻ പറ്റും? കോൺഗ്രസിന് എടുക്കാൻ പറ്റുമോ? പറ്റില്ല. കാരണം അവിടെ സ്ഥലമില്ല, പുര നിറഞ്ഞേക്കാണ്, ഉള്ള ആളുകൾക്ക് തന്നെ സീറ്റ് കൊടുക്കാനായിട്ടില്ല. അപ്പോൾ റെജി ലൂക്കോസിന് പിന്നെ ഇടം എന്ന് പറഞ്ഞാൽ BJPയിലെ ആളില്ല ഇപ്പോൾ തൽക്കാലം. കുറേ കഴിയുമ്പോഴാണ് അവിടെയും പുര നിറയുന്നൊരു സ്ഥിതിയുണ്ട്. അവർ സ്ഥിരമായിട്ട് ജയിക്കുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ പുര നിറച്ചിൽ അവിടെയാവും. CPM അയാളെ അവഗണിക്കുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരുപാട് കാലമായിട്ടുള്ള കണക്കുകൂട്ടലും അതേപോലെ തന്നെ പ്രഖ്യാപനവും. അദ്ദേഹമാണെന്ന് വെച്ചാൽ CPMൻ്റെ ഒരു പ്രധാനപ്പെട്ട നേതാവായിട്ട് CPM എന്തായാലും കണക്കാക്കിയിരുന്നില്ല. കാരണം CPMന് വേണ്ടി സംസാരിക്കാൻ CPM ഏർപ്പെടുത്തിയ ഒരു വക്താവല്ല റെജി ലൂക്കോസ്. റെജി ലൂക്കോസിനെ CPMകാർ ചർച്ചയിൽ പങ്കെടുക്കാൻ തയ്യാറല്ലാത്ത പല വിഷയങ്ങളും വരും. ആ സമയത്ത് ചാനലുകാർക്ക് പ്രിയപ്പെട്ടവനാണ് റെജി ലൂക്കോസ്. ചാനലുകാർ ഇത് ബോർഡ് കൊടുത്തേക്കുന്ന ഒരാളല്ലേ CPM സൈഗാന്ധികൻ അല്ലേ? അല്ല, CPM വക്താവ്, അല്ലെങ്കിൽ ഇടതുപക്ഷ സഹയാത്രികൻ എന്നൊക്കെ പറഞ്ഞ് പേര് കൊടുത്തിരിക്കുന്നത് ചാനലുകാർ തന്നെയാണ്. അങ്ങനെ ആ ചാനലുകാർ അദ്ദേഹത്തെ വിളിച്ചിരുത്തുന്നു, അദ്ദേഹം ചാനലിന് വേണ്ടി സംസാരിക്കുന്നു. പക്ഷെ സംസാരിക്കുമ്പോൾ നമ്മൾ കേട്ടാൽ ഞെട്ടിപ്പോവും. CPMകാർ പോലും CPMനെ ന്യായീകരിക്കാനായിട്ട് മടിക്കുന്ന സ്ഥലത്തൊക്കെ റെജി ലൂക്കോസ് എന്ത് ചെയ്യും? ചാടിക്കയറി CPMനെ ന്യായീകരിക്കും. എന്ന് വെച്ചാൽ CPM ചെയ്ത് എന്ത് വൃത്തികേടും റെജി ലൂക്കോസ് എന്ത് ചെയ്യും? ന്യായീകരിച്ച് കളയും. അതാണ് പ്രശ്നം. ഈ മാലാഹമാർ കയറാൻ മടിക്കുന്നവർക്ക് ചേർത്താൻ ഓടിക്കയറുന്നവരെ റെജി ലൂക്കോസ് എന്ത് ചെയ്യാണ്? ഓടിക്കയറും അതിനകത്തേക്ക്. എന്നിട്ട് CPMന് വേണ്ടിയിട്ട് ഘോരഘോരം സംസാരിക്കും. ഒരു ഉളുപ്പുമില്ലാതുള്ള വർത്തമാനങ്ങളാണ്. ഞാൻ പലപ്പോഴൊക്കെ അദ്ദേഹമായിട്ട് ഈ ടെലിവിഷൻ ഡിസ്കഷനൊക്കെ പോയ സമയത്ത് ഞാൻ CPMനെ വിമർശിക്കുന്ന ഒരാളാണ്. എന്നെ ഇയാൾ ചീത്ത പറയും. കാരണം എന്ന് വെച്ചാൽ നാം CPMനെ വിമർശിക്കുള്ളൂ. അതുകൊണ്ട് എന്ത് വെച്ചാൽ റെജി ലൂക്കോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ വളരെ മോശമായിട്ട് ചിത്രീകരിക്കുന്നു, ഉപഹസിക്കുന്നു, അങ്ങനെയൊക്കെയുള്ള രീതികളിൽ പോകും. കാരണം CPM എന്ന് പറയുന്നത് റെജി ലൂക്കോസ് ആണ് എന്ന് റെജി ലൂക്കോസ് നമ്മളെയും നാട്ടുകാരെയും ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ റെജി ലൂക്കോസ് ആണ് ഒരു ദിവസം എന്ത് ചെയ്യുന്നത്? BJPക്കാരനായിട്ട് മാറും. ഞാൻ CPMനെ വിമർശിക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് വർഷമായി. ഒരുപാട് വർഷം എന്ന് പറഞ്ഞാൽ 10-28 വർഷമായി. പക്ഷേ ഞാൻ BJPയിൽ ഓടിക്കയറിയിട്ടില്ല, അതല്ലെങ്കിൽ കോൺഗ്രസ്സിൽ ഓടിക്കയറിയിട്ടില്ല, മറ്റേ ഏതൊരു പാർട്ടികളിലേക്കും പോയിട്ടില്ല. കാരണം നമുക്ക് വ്യക്തമായിട്ടുള്ള രാഷ്ട്രീയ വിമർശനമാണ് CPMനോടുള്ളത്. അത് നമ്മൾ പ്രകടമാക്കുന്നുണ്ട്.
അതുകൊണ്ട് നമ്മൾ ഇടതുപക്ഷ രാഷ്ട്രീയം ഉപേക്ഷിക്കുന്നില്ല. പക്ഷേ റെജി ലൂക്കോസിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് റെജി ലൂക്കോസിന് അധികാരം ആവശ്യമാണ്, പരിഗണന ആവശ്യമാണ്. ഇത് രണ്ടും അദ്ദേഹത്തിന് ഇപ്പോൾ ലഭിക്കുന്നില്ല. അതുകൊണ്ട് ആരാണ് എന്നെ പരിഗണിക്കാനുള്ളത്? രാജീവ് ചന്ദ്രശേഖരൻ പറയാണ്, ഞാൻ നിന്നെ പരിഗണിക്കാം, നീ വാടക. അങ്ങനെ രാജീവ് ചന്ദ്രശേഖരൻ്റെ അടുത്ത് ചെല്ലുകയും അദ്ദേഹം ഷാൾ അണിയിക്കുകയും നാളെ അദ്ദേഹത്തിനെ കടുത്തിരുത്തിൽ തന്നെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിട്ട് നിർത്താമെന്ന് തീരുമാനിക്കുകയും ചെയ്യും. അവിടെ ബി ജെ പിക്കാരൊന്നും കാര്യമായിട്ടൊന്നുള്ള സ്ഥലമല്ല. അപ്പോൾ അത് അവിടെ ഒരു ബി ജെ പി കൊടി പിടിക്കാനായിട്ട് ഒരാൾ വേണം, വരൂ എന്ന് പറഞ്ഞ ആളൊക്കെ. ഇത് തന്നെയാണ് അടുത്ത ഒരു മഹാൻ രാജേന്ദ്രൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ CPM-ൻ്റെ മുൻ MLA ആയിരുന്നു. എന്നുവെച്ചാൽ CPM നൽകിയ സൗകര്യങ്ങളൊക്കെ ഉപയോഗിച്ച് വളർന്ന ഒരുപാട് വർഷം CPM-ആയിട്ട് തെറ്റിക്കഴിഞ്ഞാൽ CPM എന്ത് ചെയ്യും? ഈ പുരക്ക് മീതെ വളർന്നാൽ പൊന്നു കായ്ക്കുന്ന മരമായാലും വെട്ടി മാറ്റും. അങ്ങനെ രാജേന്ദ്രനെ വെട്ടി മാറ്റാൻ തീരുമാനിച്ചു. വെട്ടി മാറ്റിയില്ല എങ്കിൽ പോലും വെട്ടി നിർത്തിയിരിക്കുകയാണ്. ഇനി രാജേന്ദ്രനെ അതിൻ്റെ അകത്ത് വേറെ ഇറങ്ങാനൊന്നുമില്ല, അല്ലെങ്കിൽ CPM-ന് എന്തായാലും രാജേന്ദ്രനെ പരിഗണിക്കില്ല എന്ന് രാജേന്ദ്രന് ഉറപ്പാണ്. രാജേന്ദ്രന് പക്ഷേ പലയിടത്തും വേണമെങ്കിൽ പോകാനായിട്ടുള്ള സ്കോപ്പുണ്ട്. പക്ഷേ കുറേ നാളായിട്ട് BJP-യിലേക്ക് ഞാൻ പോകും എന്ന് പറഞ്ഞ് അദ്ദേഹം ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. CPM-കാർ അപ്പോഴും എന്ത് ചെയ്യുന്നില്ല, അയാളെ ശ്രദ്ധിക്കുന്നില്ല. നീ എവിടെയെങ്കിലും പോടാ എന്ന് പറഞ്ഞു നിൽക്കുകയാണ്. അങ്ങനെ അയാളിപ്പോൾ പോകാൻ പറ്റിയ ഒരു അവസരം എന്ന് പറഞ്ഞാൽ തിരഞ്ഞെടുപ്പ് വരുന്ന സമയത്താണ്. അപ്പോൾ രാജേന്ദ്രൻ ദേവികുളത്ത് BJP-യുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കും, നമുക്കറിയാവുന്നതാണ്. അപ്പോൾ അതിനു വേണ്ടിയാണ് അദ്ദേഹം പോകുന്നത്. ഇനിയും പലരും വേണമെങ്കിൽ പോയേക്കാം. അതിൻ്റെ ഒരു സാധ്യത BJP തുറന്നു വെച്ചു എന്നുള്ളത് ശരിയാണ്. കാരണം അവർക്ക് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഭരിക്കാനായിട്ട് ഇടം കിട്ടിയോടെ അവർ കേരളത്തിലെ ഒരു ഭരണ പാർട്ടിയായി മാറി. അതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് നാളെ അവരുടെ ഒപ്പം നിന്നാൽ പല സാധ്യതകളുണ്ട്. ആ സാധ്യത കേരളത്തിൽ നിന്ന് ലഭിച്ചില്ലെങ്കിൽ കേന്ദ്രത്തിൽ നിന്നെങ്കിലും ലഭിക്കും. അങ്ങനെയാണ് നമ്മുടെ തിരുവനന്തപുരത്ത് മേയറാകുന്നതിന് വേണ്ടിയിട്ട് ശ്രീലേഖ എന്ന് പറയുന്ന IPS ഉദ്യോഗസ്ഥ പോയത് അങ്ങനെയാണ്. പലരും അങ്ങനെ പോകുന്നുണ്ട്. ഒരുപാട് ഉദ്യോഗസ്ഥന്മാരെ ആകർഷിക്കുന്ന ഒരു പാർട്ടിയായിട്ട് കൂടി BJP മാറിയിട്ട് ഒരുപാട് പേര് അങ്ങനെ പോകുന്നുണ്ട്. മാത്രമല്ല BJPക്ക് നേരത്തേതുപോലെയുള്ള ഈ BJPക്കാരനാണെന്ന് പറഞ്ഞാൽ നാണക്കേടായെന്നൊരു കാലം ഉണ്ടായിരുന്നു. അത് മാറിക്കിട്ടി. അപ്പോൾ അവരും ഒരു രാഷ്ട്രീയ പാർട്ടി, ഇവരൊരു രാഷ്ട്രീയ പാർട്ടി, മറ്റൊരു രാഷ്ട്രീയ പാർട്ടി, ഒക്കെ രാഷ്ട്രീയ പാർട്ടി, ഏതിൽ നിന്നാലും പ്രശ്നമില്ല എന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ മാറിക്കഴിഞ്ഞപ്പോൾ BJPക്ക് സ്കോപ്പ് കൂടിക്കഴിഞ്ഞിരിക്കുകയാണ്. അവരതുകൊണ്ട് വാതിൽ തുറന്നു വെച്ചിരിക്കുകയാണ്. വരിക സഹചര്യ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇതിനകത്ത് കയറി ഒന്ന് കളിക്കാം, നിങ്ങളെ എല്ലാ തരത്തിലും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരുപാട് പേര് കയറുന്നുണ്ട്. അത് ഇനിയും വേണമെങ്കിൽ തുടരാം. എന്നുവരെ നിയമസഭ ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നത് വരെ എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ സ്കോപ്പില്ല. പിന്നെ കുറേ നാളുകൾക്ക് ശേഷം മാത്രമേ സ്കോപ്പുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ ഒരു അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോഴായിരിക്കും പിന്നീട് എന്ത് ചെയ്യുന്നത്, ഈ ചാഞ്ചാട്ടം നമ്മൾ കാണും. ഇതൊരു സീസണൽ പ്രതിഭാസമാണ്, ഇലക്ഷൻ കാലത്ത് മാത്രം കാണുന്ന ഒരു കാഴ്ചയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് തുടരുകയായിരിക്കും. അതെ. അപ്പോൾ ഇതിനകത്ത് നമുക്ക് മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇപ്പം രാജ്യത്തിൻ്റെ ആ വിഷയത്തിന് വെച്ചാൽ CPM-ന് നമ്മൾ എത്ര പറയുമ്പോൾ CPM ഒരാളെ തീർത്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ എത്ര ആയാലും പരിഗണിക്കത്തില്ല. അതിനെ അത് കൈകാര്യം ചെയ്തിട്ട് അതിനകത്ത് ഇരുത്തി അങ്ങ് മൂടത്തേ ഉള്ളൂ. നമ്മൾ പറയുന്നത് ഇരുത്തി മൂടുകയെന്ന് പറഞ്ഞു. എന്നാൽ രാജ്യത്തിനെയൊക്കെ ഇരുത്തി മൂടാൻ അല്ലെങ്കിൽ ഏകദേശം മൂടി കഴിഞ്ഞു. ഇനി കഴുത്ത ഇത്രയൊക്കെ ഇട്ട് കഴിഞ്ഞു, ബാക്കിയും കൂടി ഇട്ടാൽ മതി. അപ്പോഴേ പോകുന്ന മാത്രമേ ഉള്ളൂ. അപ്പം എന്നത് BJP-യെ സംബന്ധിച്ചിടത്തോളം അവർക്കും രാഷ്ട്രീയ ലാഭമാണ്. കാരണം ഇന്ന ആൾ വന്നു, കാരണം മൊത്തത്തിൽ അവതരിപ്പിക്കുമ്പോൾ BJP-യിലേക്കുള്ള ഒഴുക്ക് അത്തരത്തിൽ പ്രയോജനമില്ലെങ്കിലും സാറി പറഞ്ഞ പോലെ ദേവികുളത്ത് മത്സരിക്കാൻ ഒരു മുൻ MLA അത് എത്ര പറയുമ്പോഴും ഇലക്ഷൻ സമയത്ത് ഈ പറയുന്ന മറ്റു പാർട്ടികൾക്ക് അതൊരു ത്രെട്ട് തന്നെയാണ്. എന്തുകൊണ്ട് അദ്ദേഹം വരുന്നു, പക്ഷേ അതുകൊണ്ട് വലിയ പ്രയോജനം ഉണ്ടാകുമോ ഇല്ലയോ, അത് രാഷ്ട്രീയത്തിനകത്തുള്ളൊരു ലാഭമാണ്. BJP-ക്ക് മറ്റ് രണ്ട് രാഷ്ട്രീയ പാർട്ടികൾക്ക് അകത്തുള്ളതുപോലെ നേതാക്കന്മാരില്ലാത്തൊരവസ്ഥയിൽ വ്യാപകമായിട്ട് ഇത് ഉണ്ടാക്കിയെടുക്കാൻ ഒരു ശ്രമം അല്ലെങ്കിൽ അത്തരത്തിൽ പ്രയോജനപ്പെടുത്തുന്നതിന് വേണ്ടി ഒരുപക്ഷെ RC-യുടെ മാജിക്, അദ്ദേഹം ചെയ്യുന്ന മാജിക്കിന്റെ ഭാഗമായിട്ട് നമുക്ക് കാണാം. ഏതായാലും മറ്റ് രണ്ട് രാഷ്ട്രീയ പാർട്ടിക്ക് അപ്പുറം BJP-യിൽ കേരളത്തിൽ നാളെ അല്ലെങ്കിൽ വരുന്ന ദിവസങ്ങൾ BJP-യുടേതാകും എന്നുള്ള പ്രതീക്ഷ ഒരുപക്ഷെ രാഷ്ട്രീയ പാർട്ടികൾക്കുണ്ട്. കേരളം രാഷ്ട്രീയ പ്രവർത്തകർക്കുണ്ട്. അതുകൊണ്ട് അവർ പതുക്കെ ഇങ്ങനെ ഘോഷയാത്ര പോലെ പോകുന്നു. അപ്പോൾ മറ്റ് പലയിടത്തും അല്ലെങ്കിൽ കേരളത്തിന് പുറത്ത് BJP സ്ഥാനം ഉറപ്പിച്ചു അല്ലെങ്കിൽ അടുത്ത കാലത്തെങ്കിലും അതിനൊരു കുഴപ്പവും പറ്റത്തില്ല. കേരളത്തിലും അതിൻ്റെ നമ്മൾ ഈ വെള്ളം പൊങ്ങുമല്ലോ, വാട്ടർ ലെവൽ എന്ന് പറയത്തില്ല, അതിൻ്റെ പ്രശ്നം ഉണ്ടാകും. നാളെ കാലത്തെ BJP-യിലേക്ക് വരാം. അതാണ് BJP-ക്കുള്ള ഒഴുക്ക് എന്ന് നമുക്ക് വിചാരിക്കേണ്ടി വരും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.